ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു പൂരം വ്ളോഗാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞു ക്ഷേത്രത്തിലെ വലിയൊരു ഉത്സവത്തിൻ്റെ കഥയാണ് കേട്ടോ ഞാനിന്ന് പറയുന്നത്. നമുക്ക് ഈ പൂരം 2 ദിവസമാണ്. ഫസ്റ്റ് ഡേ ആനപ്പൂരം, രണ്ടാമത്തെ ദിവസം വേലപ്പൂരമാണ്. അപ്പോൾ ഇന്ന് ആനപ്പൂരമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ കുളിച്ചിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആനേനെ കണ്ടു. അതുപോലെ തന്നെ ആനേനെ തിടമ്പ് കിട്ടിയിട്ട് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. രാവിലെ ആനേനെയും പൂരത്തിനെയും കൊട്ടൊക്കെ കണ്ട് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏകദേശം ഉച്ചയോടടുത്തിട്ടുണ്ട്. അപ്പം നേരെ നമ്മൾ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്ന് അമ്മയുടെ കുറേ സ്പെഷ്യലായിട്ടുള്ള ഫുഡുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചപ്പോഴേക്കും പൂരം കൊടിയേറി. ആദ്യം എല്ലാ കമ്മിറ്റികളും അവരവരുടെ ആനേനെ എഴുന്നള്ളിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ആന നല്ല കുറുമ്പനായിരുന്നു കേട്ടോ. നമ്മളെ എല്ലാവരും ഇവൻ നല്ല രീതിക്ക് പഠിപ്പിച്ചിരുന്നു. ഇതിൻ്റെ ഇടയിൽ പൂരത്തിനായ ഒരു എനർജിക്ക് വേണ്ടി ഞാനൊരു പബ്സും ഒരു ഷെയ്ക്കും അകത്താക്കിയിരുന്നു കേട്ടോ. അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള പാടവരമ്പത്താണ് കൂട്ട എഴുന്നള്ളിപ്പും ആന നിരക്കലും കൊട്ടുമെല്ലാം. പൂരത്തിന്റെ ക്ഷീണം മാറ്റാനായിട്ട് വന്നപ്പോൾ തന്നെ ഞാനൊരു കൊത്തുപൊറോട്ട അകത്താക്കിട്ടോ. ഇനിയാണ് വേലപ്പൂരം. വേലപ്പൂരത്തിന് വിസ്മയങ്ങൾ ഏറെയാണ് കേട്ടോ. കോഴിയുടെ തലവെട്ടുന്ന കാളിയും തെയ്യവും ഗരുഡനാട്ടവും കുതിരയും അങ്ങനെ വിസ്മയങ്ങൾ ഏറെയാണ് കേട്ടോ.